നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞ നിന്നവർ നിങ്ങൾ ജനിച്ച മതത്തിലെ വിശ്വാസത്തിലെ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണ ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാശ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം കുദാശ കുഞ്ഞുങ്ങളെ പുണ്യഭാവന വളർത്താൻ കൗദാശികമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷെ അതിലേക്ക് നിങ്ങളെ 0 പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോഴേ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോഴേ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്ന ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരെല്ലാത്തിനോട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.